പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുടുകാപ്പിയും ചുടുവാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്തരും. സമയം 9 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് KSRTC ബസ്സിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ യാത്രക്കാരൻ. ചില കാർ ഡ്രൈവർമാർക്ക് ഈ അസുഖമുണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സിനാണ് കാർ യാത്രക്കാരൻ സൈഡ് നൽകാതിരുന്നത്. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തതാണ് പ്രകോപനം. 5 കിലോമീറ്റർ ദൂരം മാർഗതടസ്സം സൃഷ്ടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാർ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. സമയത്തും കാലത്തും ഒക്കെ കോട്ടയത്ത് പോകാൻ വേണ്ടിയിട്ട് കയറിയ ആൾക്കാരാണ്. അതിനു മുമ്പാണ് ഈ ബസ്സിന് തൊട്ട് മുന്നിൽ കൊണ്ട് ഈ കാർ യാത്രക്കാരൻ ഒന്ന് തട്ടിയ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്ന കാറാണ്. എന്നിട്ടാണ് ഈ പരിപാടി. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, അയാളുടെ ഈഗോ ഹട്ടായതാണോ പ്രശ്നം? അതായത് സ്വിഫ്റ്റ് ബസ്, സൂപ്പർഫാസ്റ്റ് ബസ് ഈ കാറിനെ ഓവർടേക്ക് ചെയ്തപ്പോൾ അത് അയാൾക്ക് സഹിച്ചില്ല, അതാണോ കാരണം? എന്നാലും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് സ്വിഫ്റ്റ് ബസ്സിന്റെ യാത്ര തടസ്സപ്പെടുത്തി അങ്ങനെ സഞ്ചരിച്ചത്. റൈറ്റിലൂടെ ഓവർടേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് റൈറ്റ് പിടിക്കും. ലെഫ്റ്റ് ലൈനിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകാമെന്ന് കരുതിയാൽ ആ ലെഫ്റ്റിലേക്ക് പിടിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ തൊട്ട് പിന്നിൽ വരുന്ന വണ്ടികളെല്ലാം അതേപോലെ മാർഗതടസ്സം വരുമല്ലോ. എന്നിട്ട് കൈ വെച്ചിട്ട് അയാൾ ചില അശ്ലീലാംഗ്യവും കാണിക്കുന്നു. മൊബൈൽ ഫോണൊക്കെ ഉള്ള കാലത്ത് ഈ പണിയൊക്കെ ചെയ്ത നാട്ടുകാർ കാണൂല. ഇതാ പോണ് സൈഡിലെങ്ങാണ്ട് ഒന്ന് തട്ടിയാലുണ്ടല്ലോ പപ്പടം പൊടിഞ്ഞു പോകുന്ന വണ്ടിയാണ്. അരുൺ പൂപ്പറമ്പ, ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് അരുൺ? അയാളുടെ ഈഗോ ഹട്ടായതാണോ കാരണം? ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ എൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്തു, ഇവൻ ആരുടെ? അതായിരുന്നോ പ്രശ്നം? അരുൺകുമാർ, അത് തന്നെയാണ്. ഈ ബസ് ഈ കാറിനെ മറികടന്ന് ഓവർടേക്ക് ചെയ്തതാണ് പ്രകോപനമെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നത്. മറ്റൊരു കാരണവും ഉണ്ടായിരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കാസർഗോഡ് നിന്ന് കോട്ടയം വരെ എന്ന് പറയുമ്പോൾ ദീർഘദൂര ബസ്സാണ്, കൃത്യസമയത്ത് ഓടി എത്തേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കാർ യാത്രക്കാരൻ ഒരു തരത്തിലും ഈ ബസ്സിനെ മറികടക്കാൻ അനുവദിക്കാതെ ഏകദേശം 5 കിലോമീറ്ററാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയതെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നത്. കാഞ്ഞങ്ങാട് പയ്യന്നൂർ റൂട്ടിലാണ് 5 കിലോമീറ്റർ സമയം ഈ ബസ്സിന് മുന്നിൽ ഈ കാർ യാത്രക്കാരൻ തടസ്സം നിന്നത് എന്നതാണ് ഇവരുടെ പരാതിയിൽ എന്തായാലും പറയുന്നത്. മറ്റൊരു പ്രകോപനവുമില്ലാതെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് യാത്രക്കാരുൾപ്പെടെ ആ ബസ്സിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്നതാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് കാഞ്ഞങ്ങാട് സ്വദേശിയാണെന്നാണ്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ അയാളെ കസ്റ്റഡിയിലെടുക്കും, ഈ വാഹനവും കസ്റ്റഡിയിലെടുക്കും. എന്തായാലും ഈ യാത്രക്കാരൻ ചെയ്തത് അല്പം കടന്ന കൈയായിപ്പോയി. ഇപ്പോൾ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബസ്സിന് പുറകെ മറ്റു വാഹനങ്ങളുമുണ്ട്. അവരും ഇതേ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അതും എന്തെങ്കിലും മാരുതിയുടെ ഒരു വണ്ടിയാണ് ഇത്. ഈ വണ്ടിയൊക്കെ ആയിട്ട് സ്വിഫ്റ്റ് വണ്ടിയുടെ മുമ്പിൽ കയറി ഈ ധൈര്യം കാണിക്കുന്ന അയാളെ സമ്മതിക്കണം കേട്ടു. പണ്ടങ്ങാണ്ട് നമ്മുടെ നാട്ടിലേക്കുള്ള ചെയ്യാൻ പാടില്ല. എന്നാൽ പോലും ആ സ്വിഫ്റ്റിലെ ഡ്രൈവർ വളരെ മാന്യനായതുകൊണ്ട് മാത്രം ആ വണ്ടിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് KSRTC ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട്. ആ ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ വണ്ടിയൊക്കെ പറമ്പിൽ പോയി കിടക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്കിൽ പോലും ഒരു വലത്തോട്ടൊരു ഓടിയുണ്ടല്ലോ.